ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് ആർമാൻ്റെ മൊഹാവി ഗ്രോം എന്ന് പറയുന്ന ഒരു മോഡൽ റെഡി ടു റൺ ആണ് വരുന്നത്. ഇത് ആർമാൻ്റെ ഇങ്ങനത്തെ ഒരു മോഡൽ, പക്ഷേ അതിൻ്റെ ചെറിയൊരു ഇതിൻ്റെ വലിയ സ്കെയിൽ ഈ സ്കെയിലും ഉണ്ട്, പക്ഷെ ഞാൻ ഈ ചെറുതാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വണ്ടീനെ പറ്റിയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ മുമ്പോട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇത് റെഡി ടു റൺ ആണ്. ഇത് നമുക്കൊന്നും മുമ്പത്തെ വണ്ടീനെ പോലെ ഒന്നും അങ്ങനെ ചെയ്യും വേണ്ട. ബോഡി എടുക്കുക, ചാസിലോട്ട് ഫിറ്റ് ചെയ്യുക, ബാറ്ററി ഇടുക, പോവുക. അപ്പോൾ ഇത് RTR റെഡി ടു റണ്ണ. ഇതിനകത്ത് 2S ലൈപ്പോസ് എല്ലാം വരുന്ന ഫാസ്റ്റ് ചാർജർ എല്ലാ സാധനം പിന്നെ ഈ ബോക്സിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിന് തുറന്ന് വെളിയിലിറക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിത് ബോക്സിൽ നിന്ന് വെളിയിലിറക്കാം. ഇങ്ങോട്ട് ചിരിച്ചിട്ട് ഇത് ഒത്തിരി കുറേ അടിപൊളി ഫങ്ഷൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ബോക്സ് തന്നെ എന്തോ അടിപൊളിയാണ്. മൊഹാവി ഗ്രോം ഇതാണ് ഗൈസ് സാധനം. ഇത് റെഡി ടു റൺ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. ഇത് നമുക്ക് അങ്ങനെ വലിയ പ്രത്യേകിച്ച് അതിനകത്ത് പിടിപിടിയൊന്നും ചെയ്യാനില്ല. വണ്ടി കാണും, ഇതിനകത്ത് ഇതിൻ്റെ കൺട്രോളർ വരും, പിന്നെ ആ കൺട്രോളറിനകത്ത് ഇടാനുള്ള ബാറ്ററിയും യൂസർ മാനുവലും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. ഇത് നമുക്കെടുത്ത് സൈഡിലോട്ട് വെക്കാം. ഇത്ര സാധനമേ ഉള്ളൂ ഗൈസ് ബോക്സിനകത്ത്. അപ്പോൾ ഈ ബോക്സ് നമുക്ക് ഇവിടുന്ന് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഇതിനകത്ത് ഇതിനെ പുറത്തെടുക്കാം നമുക്ക്. ഈ 2 ടൈ ഉണ്ട് ഈ ബോക്സിൽ. ഈ 2 ടൈ ഊരിയപ്പം സാധനം വെളി വന്നു ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണാം, ഡോണ്ട് ജസ്റ്റ് ബ്ലാസ്റ്റ്. ഇത് നമുക്ക് വെളിയിൽ കൂടെ ഓടിക്കേണ്ട വണ്ടിയാണ്. നല്ല പവർ ഉണ്ട്. ഇത് അത്യാവശ്യം ഒരു 30-50 km/h സ്പീഡൊക്കെ ഈ വണ്ടി പോകും. ഇത് ബ്രഷ്ലെസ് മോട്ടറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ വണ്ടി സെറ്റപ്പ് വണ്ടിയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇതിനി ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ഗൈസ്, നമുക്ക് നോക്കാം ഈ പാക്കറ്റിനകത്ത് എന്തൊക്കെയാണ്. ഇത് യൂസർ മാനുവലും ചാർജറും ഇതെന്തോ ഒരു ടൂളാണ് ഗൈസ്. നല്ല ഹെവി മെറ്റലാണ് കേട്ടോ ഈ സാധനം. ആർമാൻ്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലെങ്കിൽ പോലത്തെ സാധനം ചെറിയ ചെറിയ സ്ക്രൂ ഒക്കെ ഊരാൻ വേണ്ടി. ഇതിൻ്റെ ചാർജറും കാര്യങ്ങളാണ്. ഇത് നമുക്ക് യൂണിവേഴ്സൽ USB കുത്താന്ന് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇത് സ്പെക്ട്രമിൻ്റെ വരുന്നത്. ആർമ മെയിനായിട്ട് സ്പെക്ട്രം ടെക്നോളജി തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഈ മൊഹാവി ഗ്രോമിൻ്റെ ഒരു കാർഡ്. നമുക്ക് ഈ ഫ്യൂറിൻ്റെ കാർഡ് കിട്ടിയ പോലെ ഇതിന് ഒപ്പം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സാധനം. പിന്നെ ഇത് ഒരു യൂസർ മാനുവൽ മൊത്തം. ഇത് പിന്നെ നമുക്ക് ഓരോന്ന് ചെയ്ത് കണ്ടു പഠിക്കാം എന്തൊക്കെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറെ നമുക്ക് ഇത് ഡയറക്റ്റ് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ബോഡി എങ്ങനെയാണ് തുറക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ 2 ചുമല ക്ലിപ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാൻ എടുക്കുക. ഇത് ഏറ്റവും ഈസിയസ്റ്റ് ഞാൻ ഇപ്പം വരെ കണ്ട വണ്ടികളിലെല്ലാം. ബാക്കിയൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ നിന്ന് 2 ക്ലിപ്പൊക്കെ ഊരിയെടുത്ത് ബോഡി മാറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടിക്കുക, വെളിയെ വരും. ഇത് വെക്കണേലും കറക്റ്റായി പ്ലേസ് ചെയ്യുക. സംഭവം സെറ്റാണ് ഇത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാറ്ററി നോക്കാം. ഇതാ ഗൈസ് ഇതിൻ്റെ ബാറ്ററി. ഇത് സ്പെക്ട്രം ടെക്നോളജീൻ്റെ 1400 mAh ലൈപ്പോ ബാറ്ററി ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പം ഞാൻ ചാർജ് ഒന്നും ചെയ്തിട്ടില്ല, ചാർജ് ചെയ്യണം. എന്നാലും ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഈ ബാറ്ററി ഇതിലോട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചാർജ് കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക്. എന്നിട്ട് പിന്നീട് ഞാൻ ഇത് ചാർജ് ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് കാണാം ഗൈസ്, ഇതിൻ്റെ ഈ സസ്പെൻഷനൊക്കെ ഓയിൽ ഫീൽഡ്. ഇത് മോട്ടോർ കൂൾ ഡൗൺ ചെയ്യാനുള്ള ഫാനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്ത് വെഹിക്കിള്. ഇതിനകത്ത് ഇനി നമുക്ക് 4 ബാറ്ററി ഇടണം. അതാ ഈ ആർമാൻ്റെ തന്നെ ബാറ്ററി ഇവർ ഇതിനകത്ത് തന്നെ. ഈ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് ഒരു സാധനം വെളിയിൽ നിന്നൊന്നും പർച്ചേസ് ചെയ്യേണ്ട. ബാക്കിയെല്ലാം വണ്ടീൻ്റെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാറ്ററി ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഫുൾ സെറ്റായിട്ട് ഇവർ തന്നെ നമുക്ക് തന്നേക്കും. അതുകൊണ്ട് സീനില്ല.
എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് ഗൈസ്. പവർ ആവുകയാണോ എന്തോ വണ്ടി, നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതിനകത്ത് 4 ബാറ്ററി നമ്മൾ ഇട്ടു. അപ്പോൾ ഇത് സംഭവം ഓണായിട്ടുണ്ട്. വണ്ടി സംഭവം ഓണായി. ഇത് കാണാം ഗൈസ്, ഇത് ഇതിൻ്റെ പവർ. ഇത് 100 ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 75 55 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 50 75 100 കൊടുത്തേക്കുന്നത്. ഇത് 50ൻ്റെ സ്പീഡാണ്. നല്ല പവർ ഉണ്ട് ഗൈസ് ഇതിന്. നമുക്ക് നോക്കട്ടെ. ഇതാണ് ഗൈസ് ഇതിൻ്റെ വണ്ടീൻ്റെ പവർ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ സ്റ്റിയറിങ്ങിൻ്റെ അതൊക്കെ തിരിക്കാനും എടുക്കാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഇത് ഹൈ സ്പീഡ് മോഡും ഉണ്ട്. അപ്പം നമുക്കിത് താഴെ ഒന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. ഇതിൻ്റെ ഫുൾ സ്പീഡ് വീടിൻ്റെ അകത്ത് ഓടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ഗൈസ് ഞാൻ ഇത് ഓടിക്കുന്ന. ഈ വീടിനകത്ത് അത്രയും സ്ഥലവും ഇല്ല, എവിടെയെങ്കിലൊക്കെ ചെന്ന് തട്ടും. നല്ല സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ, സെർവൊക്കെ ഇതിൻ്റെ അടിപൊളി സാധനമാണ് ഗൈസ്. ഈ അർമ ബ്രാൻഡ് നല്ല കേട്ടോ. ഞാനിതിപ്പം 2ാമത്തെ വണ്ടിയാണ്. ഇതെനിക്ക് ഒത്തിരി ആ വലുത് മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതായിരുന്നു മേടിക്കാൻ പോയത്. പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഓഫർ കിട്ടിയപ്പോൾ അതങ്ങ് എടുത്തു. ഇത്തവണ പിന്നെ ഇതിന് ഓഫർ കിട്ടിയപ്പോൾ ഇതങ്ങ് എടുത്തു ഞാൻ. ഇത് നിങ്ങൾ കാണാം. ഇത് ശരിക്കും ഗൈസ് വെളിയിൽ കൂടെ ഓടിക്കണ്ടേ. ഇത് കാണാം, ഭയങ്കര പവറായി വണ്ടിക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വണ്ടീൻ്റെ വിശേഷമായിരുന്നു. ഇത് ആർമാൻ്റെ മൊഹാവി ഗ്രോം എന്ന് പറഞ്ഞ വണ്ടിയാണ്. RTR റെഡി ടു റണ്ണാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കാണാം. നല്ല ഡീറ്റെയിലിങ്. 2 പേര് ഇതിനകത്ത് ഇരിപ്പുമുണ്ട്. പിന്നെ ടയറൊക്കെ നല്ല സൂപ്പർ ടയറാണ്. ഇത് 2S ലൈപ്പോ ബാറ്ററിയാണ് വരുന്നത്. നമുക്കിത് 3Sലും ഓടിക്കാൻ പറ്റും. അപ്പം ഇത് കുറച്ചുകൂടെ സ്പീഡ് പോകും. 70 km/h വരെയൊക്കെ സ്പീഡ് പിടിക്കും. പക്ഷെ പിന്നെ ഇതിപ്പം ഇവിടെ നിങ്ങൾക്കിപ്പോൾ ആ വീഡിയോ തന്നെ കണ്ടല്ലോ, എലി പോകുന്ന പോലെ പോകാന്നാണ് കയറി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വണ്ടീനെ പറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ, അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വീണ്ടും കാണാൻ. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.